ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള 2 വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ആദ്യത്തെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു വിഴുക്ക് ചെയ്യാം. വിഴുക്ക് സാധാ എല്ലാവരും ചെയ്യുന്ന ആ ഒരു രീതിയിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് കുഴയാതെ, അതായത് വെള്ളം ഒരു അല്പം പോലും ഇല്ലാതെ കുഴയാതെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടയ്ക്ക നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി അരിഞ്ഞ് എടുക്കുക. അതിൻ്റെ കൂടി ഒരു പകുതി സവാള കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനതൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽ മുളക് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സവാളയും ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം പോലും വെള്ളം ഒഴിക്കാതെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു ടിപ്പെന്ന് പറയുന്നത്. അടച്ച് വെക്കാണ്ട് വേണം നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3-4 വറ്റൽമുളകാണ്. വറ്റൽമുളകും കുറച്ച് ചെറിയുള്ളി കൂടുതലായിട്ട് എടുക്കുക. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടാണ്. ഇത് അടച്ച് വെക്കാതിരിക്കുക. അടച്ച് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആവി ഇറങ്ങിയിട്ട് ഇത് പെട്ടെന്ന് വെള്ളം കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ വെള്ളം ഒന്നും കിട്ടിയിട്ടില്ല. തുറന്ന് ഓപ്പൺ ആക്കി തന്നെ വെക്കുക. എന്നിട്ട് ഈ റെസിപ്പീസൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള 2ാമത്തെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതേപോലെ കുറച്ച് വെണ്ടയ്ക്ക എടുക്കുക, കഴുകി വൃത്തിയാക്കി സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലാ വെണ്ടയ്ക്ക ഇതേപോലെ നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു നീളത്തിൽ. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. നമുക്ക് ബാക്കി നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് റെസിപ്പി അറിയാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിന് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ വെക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്ക നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ വെണ്ടയ്ക്കയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പിടിക്കും. ഒരു സൈഡ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പ്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ബാക്കി സെക്ഷൻ കൂടി ഈ ഒരു ഓയിലിൽ തന്നെ നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടി നമുക്ക് ഉപ്പേരിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. കുറച്ച് കറിവേപ്പില കൂടി ലാസ്റ്റ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 വിഭവമാണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത്. രണ്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.